ഹായ് ഓൾ, വെൽക്കം ടു CC സൈബർ ക്യാമ്പസ്. എൻ്റെ പേര് അതുല്യ. നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നതാണ് AI അല്ലേ? AI വന്നു, ആ ജോലി പോയി, അല്ലെങ്കിൽ AI വന്നു, പല ജോബുകളും പോകുന്നു, അല്ലെങ്കിൽ പല MNCs നിന്നും ആൾക്കാരെ പിരിച്ചുവിടുന്നു. ഓക്കെ, അപ്പോൾ പക്ഷെ പഠിക്കാൻ നോക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞിട്ട് ഇനി എന്ത് നോക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്നതാണ് എന്ത്, ഞാൻ എന്ത് പഠിച്ചാലായിരിക്കും എനിക്ക് കരിയർ സെറ്റ് ആവുക എന്നുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ടായിട്ട് ചിന്തിക്കാം. AI വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് പഠിക്കണം? AI പഠിക്കണം അല്ലേ? അതായത് ഏതൊരു മേഖലയിലും AI വരുത്തുന്ന മാറ്റങ്ങൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജോലിയുണ്ട്. നമ്മൾ മാറുന്നില്ല, നമ്മൾ ഓൾറെഡി ഉള്ള അതേ സ്കില്ലിൽ തന്നെ അല്ലെങ്കിൽ അതേ കരിയറിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ജോലി ഒരിക്കലും ഗ്യാരണ്ടീഡ് അല്ല. കാരണം ഓട്ടോമേഷൻ നമ്മൾ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നതിലും എപ്പോഴും ഏതൊരു കമ്പനി നോക്കുക എന്താണ്, കുറഞ്ഞ ആൾക്കാരിൽ കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ എഫേർട്ടായിട്ട് വർക്ക് ചെയ്യുന്നത് ആരെന്നാണ്. ഓട്ടോമേഷൻ ടൂളുകൾ വരുമ്പോൾ ഓട്ടോമേഷൻ ടൂളുകൾ എന്ത് ചെയ്യും, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരും അല്ലേ? പക്ഷേ ഈ AI ടൂൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമോ? AI ടൂളിനെ നമ്മൾ വർക്ക് ചെയ്യിക്കാൻ പഠിക്കണം അല്ലേ? അപ്പം നമ്മൾ കുറച്ച് ഫീൽഡുകൾ നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു മെഡിക്കൽ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും AIകൾ വരുന്നുണ്ട്. പക്ഷെ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? അതായത് ഏതൊരു കോഴ്സിലും AI ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ AI കൂടെ ഉൾപ്പെടുന്ന രീതിയിലുള്ള കോഴ്സസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽഡിൽ എന്ത് കിട്ടും, നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. ഇനി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ AI ടൂളുകൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അല്ലേ? അതായത് മെറ്റയിലായിക്കോട്ടെ, മെറ്റയിൽ എന്താണ്, ഒരുപാട് AI ഇമ്പാക്റ്റുകൾ വന്നിട്ടുണ്ട്. കാരണം ആൻഡ്രോമെഡ പോലത്തെ ഒരുപാട് AI അപ്ഡേറ്റുകൾ വന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും AI ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതിലും കൂടുതലായിട്ട് AI ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയും നമുക്ക് പെർഫെക്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഏതൊരു ക്യാമ്പയിനും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ AI ടൂളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റണം. അതിപ്പോൾ SEOയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ ഒരു കമ്പനി നോക്കുന്ന സമയത്ത് അവിടെ നോക്കുക എന്താണ്, ഈ ആൾക്ക് അല്ലെങ്കിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഹയർ ചെയ്യുന്ന കാൻഡിഡേറ്റിന് എത്രത്തോളം AI നോളജ് ഉണ്ട് അല്ലെങ്കിൽ ഏതൊരു ഫീൽഡിലും AI ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന നോളജ് ഉണ്ട് എന്നുള്ളതാണ് ഏതൊരു കമ്പനിയും ചെക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിയർ ഉറപ്പായിട്ടും എന്താണ്, സെറ്റാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സൈബർ സെക്യൂരിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എങ്ങോട്ട് തിരിഞ്ഞാലും ഇപ്പോൾ AI വന്നു ഓക്കെ, പക്ഷെ അതേപോലെ തന്നെയാണ് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഹാക്കിംഗ് ആണ് അല്ലേ? അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്യുന്നു, നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നു, നമ്മുടെ സിസ്റ്റം ഹാക്ക് ചെയ്യുന്നു, കമ്പനി പ്രൊഫൈല്, ഡാറ്റാബേസ് ഇതെല്ലാം ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അവിടെയും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹാക്കിംഗ് നമുക്ക് തടയണമെങ്കിൽ അല്ലെങ്കിൽ ഹാക്കിംഗ് നമുക്ക് സെക്യൂർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് പഠിച്ചാൽ ജോബ് കിട്ടും അതിൻ്റെ പുറമെ ആയിട്ട് പറയുകയാണെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് അല്ലെങ്കിൽ ഹാക്കിംഗ് നമ്മുടെ സൈബർ സെക്യൂരിറ്റി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നോളജ് അല്ലെങ്കിൽ അതിൻ്റെ അവയർനെസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊരാൾക്കും വേണം എന്ന് തന്നെയാണ് പറയാം അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് AI എന്ന് പറയുന്നത് ജോലി കളയുന്നതോടൊപ്പം ജോലി ഉണ്ടാക്കി തരും. അതായത് നമുക്ക് AI യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ AI വന്നു അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടൂല, അതുകൊണ്ട് എനിക്ക് പഠിക്കണ്ട അല്ലെങ്കിൽ ആ ഫീൽഡിൽ പോവണ്ട എന്നതിനെ മറിച്ച് നമ്മൾ ചിന്തിക്കണം. അതായത് AI ആ ഒരു ഫീൽഡിൽ നമുക്ക് എങ്ങനെ AI യൂസ് ചെയ്തിട്ട് പഠിക്കാം, AI ഇൻ്റഗ്രേറ്റഡ് പഠിക്കാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുക. ഓരോ കോഴ്സ് എടുക്കുന്ന സമയത്തും അതിൽ വരാൻ പോകുന്ന മാറ്റത്തിനനുസരിച്ച് പഠിച്ച് എന്ത് ചെയ്യുക, നമ്മൾ കരിയർ സെറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കോഴ്സും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. CC സൈബർ ക്യാമ്പസ് ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് സിലബസോട് കൂടി തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ നമ്മൾ AI ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. സൈബർ സെക്യൂരിറ്റി ആണെങ്കിൽ നമ്മൾ അതിൽ ഒരുപാട് AI ടൂളുകൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിസൈനിങ്ങിൽ അല്ലെങ്കിൽ
നമ്മൾ ഫുൾ സ്റ്റാക്ക് പൈത്തണിലാണെങ്കിലും പൈത്തണിലൊക്കെ നമ്മൾ എങ്ങനെയാണ് AI ടൂൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ AI യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും നമ്മൾ AI ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കോഴ്സുകൾ കൊടുക്കുന്നത്. അതായത് നമ്മൾ ഇനിയുള്ള ഫ്യൂച്ചറിലേക്ക് എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഓരോ സിലബസും നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കോഴ്സുകൾ നോക്കുന്ന അല്ലെങ്കിൽ കോഴ്സസിനെ കുറിച്ച് ഡൗട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്